അല്ലാഹുവിനെ ഓർത്ത് മനസ്സിലാക്കണം. പെണ്ണുങ്ങളെ പൊതുപ്രവർത്തനത്തിന് ഇറക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ നിയമമാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ഹറാമാണത്. ഹറാമാണ്. ജുമുഅ ജമാഅത്തിന് പള്ളിക്ക് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് മാത്രമാണ് ഉലമാ ചർച്ച ചെയ്തത്. അതന്നെ വേണോ വേണ്ടേ? എന്നിട്ട് പിന്നെ നമ്മൾ ഇവരെ പുറത്തിറക്കണ്ട, അവർക്ക് വിങ്ങുകൾ ഉണ്ടാക്കണ്ട. അവർ വീട്ടുകളിൽ അച്ചടക്കത്തോടുകൂടെ മക്കളെ നോക്കി ഭർത്താവിനെ പരിചരിച്ച് നല്ലൊരു തലമുറയുടെ സൃഷ്ടിപ്പ് നടത്തേണ്ട ഉമ്മമാരാൻ. അവരെന്നെ ഈ ഗോതയിലേക്ക് ഇറക്കല്ല, പൊതുപ്രവർത്തനത്തിന് ഇറക്കല്ല. അങ്ങനെ ഇറക്കുന്നതിൽ നിനക്ക് മനസ്സിന് വിഷമമില്ലെങ്കിൽ നിന്റെ പേരാണ് ദയ്യൂസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറ്റില്ല മുഅ്മിനെ, ഇത് എന്റെ മുഅ്മിനീങ്ങളോട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അള്ളാഹു എന്നോട് ചോദിക്കും, ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടിയിട്ട് എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല എന്ന്. ഇനി നിങ്ങൾക്ക് വേണ്ട പോലെ ചെയ്യാം മുഅ്മിനെ, പറ്റില്ല. അസ്മാ ബിൻത് യസീദ് എന്ന് പറയുന്ന മഹദി നബി തങ്ങളോട് വന്ന് ചോദിച്ചല്ലോ, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ, ദഹബർ റിജാൽ ബിൽ ഫദ്ലി വൽ ജിഹാദ്, യുദ്ധത്തിന്റെ കൂലിയും ജുമുഅ ജമാഅത്ത് മുതലായ നല്ല കാര്യങ്ങളുടെ കൂലിയും സ്ത്രീകൾക്കില്ലാതെ പുരുഷന്മാർ കൊണ്ടുപോയല്ലോ. എല്ലാ പ്രതിഫലവും പുരുഷന്മാർക്ക്. ഫമാലന അമലുൻ നുദ്രികു ബിഹി അമലൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്തവർക്ക് കിട്ടുന്ന പ്രതിഫലം ഞങ്ങൾക്ക് എവിടുന്ന് കിട്ടാനാ? ഞങ്ങൾ ഇങ്ങനെ അടുക്കളയിൽ തളച്ചിടപ്പെടേണ്ടവരാണോ എന്നൊരു ചോദ്യം ഒരു മഹദി വന്ന് ചോദിക്കുന്നു. മുത്തുനബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? നിന്റെ ചോദ്യം വളരെ നന്നായിട്ടുണ്ട്. ആ ചോദ്യം അഡ്മിറ്റ് ചെയ്തു എന്നതിന്റെ തെളിവാണ് അബ്ലഗി മൻ ലഖീതി എന്ന് പറഞ്ഞത്. നീ കാണുന്ന പെണ്ണുങ്ങൾക്ക് നീ പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇന്ന ത്വാഅത സൗജി വഅതിറാഫൻ ബിഹഖിഹി യഅദിലു ദാലിക. നീ നിന്റെ ഭർത്താവിനനുസരിച്ച് വീട്ടുകാര്യങ്ങളൊക്കെ കർമ്മക്കാരൻ നിർവഹിച്ചാൽ ഈ പുരുഷന്മാർക്ക് കിട്ടുന്നതിന് തുല്യമായ കൂലി നിനക്ക് വീട്ടിൽ കിട്ടുന്ന പറഞ്ഞു. തുല്യമായ ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് വീടാണ് ഉത്തമമെന്ന് അല്ലാഹുവിന്റെ തിരുദൂതർ പറയുന്നു. ഈ ഒരു അഭിപ്രായ വ്യത്യാസമല്ല ശരിക്കും കാര്യങ്ങളെ നേരാവണ്ണം വിലയിരുത്താത്ത കുഴപ്പമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ രീതിയിൽ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തിയാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവോ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരോ ഒരു തീരുമാനം പറഞ്ഞാൽ, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹി. ദീനൊരു കാര്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല. പിന്നെ അവിടെ നമ്മുടെ അഭിപ്രായം നമ്മൾ പറയുന്നത് ദീനിൽ ശരിയല്ല, യുക്തിബദ്ധനമല്ലത്. ഈ ഉമ്മത്തിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ ഓരോന്ന് നോക്കും നിങ്ങൾ. എന്നിട്ട് അവർ ഈ സമൂഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, സമസ്തക്കാർ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെതിരാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കഥയും നിങ്ങൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല നല്ല ജ്ഞാനിയായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ടല്ലോ. ആ പാരമ്പര്യം വെച്ചുകൊണ്ട് നമ്മുടെ സ്ത്രീകൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കണമെന്ന് സമസ്തക്കാരൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. മുസ്ലിം സമൂഹത്തിൽ സ്ത്രീ